അടുത്തത് 11ന്റെ ബി ക്വസ്റ്റ്യൻ. In an arithmetic sequence, sum of first 5 terms is 200 and sum of first 10 terms is 600. ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എഴുതാം. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്, അതായത് ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്രയാണ്? 200. അതായത് ഇക്വേഷൻ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d ഈക്വൽ ടു 200. n/2 എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുകയാണ്. അപ്പൊ n/2 5/2 ഇൻറ്റു 2f പ്ലസ് n-1 എന്ത് വരും? 5ൽ നിന്ന് 1 പോയാൽ 4d ഈക്വൽ ടു 200. ഇനി 5/2 ഈ സൈഡിലേക്ക് കൊണ്ടുപോയാൽ 2f പ്ലസ് 4d ഈക്വൽ ടു 200. ഈ ഗുണനം 5 ഈ സൈഡിലേക്ക് വരുമ്പോൾ ഹരണം 5 ആവും. ഇനി ഹരണം 2 ഈ സൈഡിലേക്ക് വരുമ്പോൾ ഗുണനം 2 ആവും. അപ്പൊ എന്ത് വരും? 200 ഇൻറ്റു 2 400. 400 ഹരിക്കണം 5 എന്ത് വന്നു? 80. അതായത് 2f പ്ലസ് 4d എത്രയാണ്? 80. ഇനി ഇതിനെ ഇനിയും ചെറുതാക്കാൻ പറ്റില്ലേ? നമുക്ക് എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? 2fന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1f ആണ്. ഇനി 4dനെ നമ്മൾ പകുതിയാക്കിയാൽ 4ന്റെ പകുതി 2d ഈക്വൽ ടു 80ന്റെ പകുതി എത്രയാണ്? 40. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽ നമുക്ക് മാക്സിമം ചെറുതാക്കാൻ പറ്റും, അത്രയും ചെറുതാക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് 200 ആണ് എന്ന് തന്നതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? f പ്ലസ് 2d എന്നത് 40 ആണ്. ഇനി രണ്ടാമത്തെ ഇൻഫർമേഷൻ എന്താണ്? സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്, അതായത് ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്രയാണ്? 600. ഓക്കെ, ഇനി ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? n/2 അതായത് 10/2 ഇൻറ്റു 2f പ്ലസ് n-1 എന്ത് വന്നു? 9. 10ൽ നിന്ന് 1 പോയാൽ 9d ഈക്വൽ ടു 600. 10/2 എത്രയാ? 5 അല്ലേ? 5 ഈ സൈഡിലേക്ക് പോകുന്നു. ബാക്കി അപ്പൊ 2f പ്ലസ് 9d ഈക്വൽ ടു 600. ഇവിടെ 10/2 ഗുണനമല്ലേ? അതായത് 5 ഇൻറ്റു ആണ്. അപ്പൊ ഇവിടേക്ക് വരുമ്പോൾ 5 ഹരിക്കുകയാണ്. 600/5 എത്രയാണ്? 2f പ്ലസ് 9d ഈക്വൽ ടു 120. ഇതാണ് നമുക്ക് രണ്ടാമത് തന്നിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് കിട്ടിയത് 2f പ്ലസ് 9d ഈക്വൽ ടു 120 എന്നാണ്. ഓക്കെ, അരിത്മെറ്റിക് സീക്വൻസിൽ നിന്ന് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് ഇതുപോലെയുള്ള ഇക്വേഷൻസുകൾ ഉണ്ടാക്കി വെക്കണം. ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ദ തേർഡ് ടേം ഓഫ് ദി സീക്വൻസ്, അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ മൂന്നാമത്തെ പദം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തേർഡ് ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമുക്ക് ഇവിടെ എഫും ഡിയും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക? എഫ് പ്ലസ് n-1 ഇൻറ്റു ഡി ഈക്വൽ ടു എഫ് പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ 3ൽ നിന്ന് 1 പോയാൽ 2d. ഓക്കെ, എഫ് പ്ലസ് 2d ഈക്വൽ ടു 40 ആണെന്ന് നമ്മൾ ഇവിടെ ആദ്യം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എഫ് പ്ലസ് 2d ഈക്വൽ ടു 40. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ മൂന്നാമത്തെ പദം 40 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഇതുപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ആൻസർ എഴുതാം. അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഈസ് ഇറ്റ്സ് എയ്ത്ത് ടേം? 8ാം പദമാണ് ചോദിച്ചിട്ടുള്ളത്. എയ്ത്ത് ടേം ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? എഫ് പ്ലസ് n-1 ഇൻറ്റു ഡി. അതായത് എഫ് പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ 8ൽ നിന്ന് 1 പോയാൽ 7d ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് എഫ് പ്ലസ് 7d നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? നമ്മൾ എഴുതിയിട്ടില്ല. പക്ഷേ നമുക്ക് ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും ഒന്നാമത്തെ ഇക്വേഷൻ കുറച്ചു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? ഇക്വേഷൻ 2ൽ നിന്നും ഇക്വേഷൻ 1 സബ്ട്രാക്ട് ചെയ്യുകയാണ്, അതായത് കുറയ്ക്കുകയാണ്. അപ്പൊ 2f പ്ലസ് 9d ഈക്വൽ ടു 120. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 1 കുറയ്ക്കുകയാണ്. എഫ് പ്ലസ് 2d ഈക്വൽ ടു 40. ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? 2fൽ നിന്ന് 1f പോയാൽ ബാക്കി 1f തന്നെ. ഇനി 9ൽ നിന്നും 2 പോയാൽ 7d ഈക്വൽ ടു 120ൽ നിന്ന് 40 പോയാൽ 80. അതായത് എഫ് പ്ലസ് 7d 80 ആണെന്ന് കിട്ടിയില്ലേ? അതായത് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതും എഫ് പ്ലസ് 7d ആണ് ഈക്വൽ ടു 80. അതായത് എയ്ത്ത് ടേം എത്ര കിട്ടി? 80 ആണെന്ന് കിട്ടി. ഓക്കെ, നമ്മളിവിടെ എന്താണ് ചെയ്തത്? ഇക്വേഷൻ 2ൽ നിന്നും ഇക്വേഷൻ 1 കുറയ്ക്കുകയാണ് ചെയ്തത്. ഇനി മൂന്നാമത്തെ ചോദ്യം. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് തേർഡ് ടേം 40 ആണെന്നും എയ്ത്ത് ടേം 80 ആണെന്നും കിട്ടിയിട്ടുണ്ട്. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 2 ടേമുകളും അവയുടെ പൊസിഷൻസും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം?
കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം, അതായത് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഡി ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവയുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇനി ടേം ഡിഫറൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 80 മൈനസ് 40. ഇനി അവയുടെ പൊസിഷൻസ് അഥവാ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. 80ന്റെ പൊസിഷൻ 8 ആണ്, 40ന്റെ പൊസിഷൻ 3 ആണ്. ഇനി 80ൽ നിന്ന് 40 പോയാൽ 40, 8ൽ നിന്ന് 3 പോയാൽ 5, 40 ഹരിക്കണം 5 എത്രയാണ്? 8. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? 8 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ഇവിടെ നമുക്ക് f പ്ലസ് 2d ഈക്വൽ ടു 40 എന്നൊരു ഇക്വേഷൻ ഉണ്ട്, f പ്ലസ് 7d ഈക്വൽ ടു 80 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഈ രണ്ട് ഇക്വേഷനിൽ ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? f കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? f പ്ലസ് 2d ഈക്വൽ ടു 40 അല്ലേ? അതായത് f ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് അതുപോലെ എഴുതി. 2d എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 8 എത്രയാ? 16 ഈക്വൽ ടു 40. അപ്പോൾ എന്ത് വന്നു? f ഈക്വൽ ടു 40 മൈനസ് 16. ഫസ്റ്റ് ടേം നമുക്ക് കിട്ടിയില്ലേ? 40ൽ നിന്നും 16 പോയാൽ എത്രയാണ്? 24. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 24 ആണ്. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 8 ആണ്. ഇനി ആദ്യത്തെ 3 പദങ്ങൾ എഴുതിക്കൂടെ? ആദ്യ പദം 24, രണ്ടാമത്തെ പദം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 24ലൂടെ 8 കൂട്ടിയാൽ മതി. എത്രയാണ്? 32. ഇനി മൂന്നാമത്തെ പദം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 32ലൂടെ വീണ്ടും 8 കൂട്ടിയാൽ മതി. എത്രയാണ്? 40 എക്സെട്ര. ഇതാണ് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 3 ടേംസ് എന്ന് പറയുന്നത്. അടുത്തത് 12ാമത്തെ ചോദ്യം. The table below shows the workers in a factory sorted according to their daily wages. They are lined up according to their daily wages. The daily wage of the person which position is taken as the median. According to the assumptions used to calculate the median, what is the daily wage of the 21st person? Calculate the median daily wage. Okay, median കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമുക്ക് തന്നിട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആദ്യം എഴുതാം. ഡെയിലി വേജസ് ആണ് ആദ്യത്തെ കോളം, അതായത് നമ്മുടെ ക്ലാസ് ഇന്റർവെൽ. ഏതൊക്കെയാണ്? 400 to 500, 500 to 600, 600 to 700, 700 to 800, 800 to 900, 900 to 1000. അടുത്ത കോളം നമ്പർ ഓഫ് പേഴ്സൺസ്, അതായത് ഫ്രീക്വൻസി. 400ന്റെ 500ന്റെ ഇടയിൽ 5 ആള്, 500ന്റെ 600ന്റെ ഇടയിൽ 8 ആള്, 600ന്റെ 700ന്റെ ഇടയിൽ 7 ആള്, 700ന്റെ 800ന്റെ ഇടയിൽ 10 ആള്, 800ന്റെ 90ന്റെ ഇടയിൽ 9 ആൾക്കാര്, 900ത്തിന്റെയും 1000ത്തിന്റെയും ഇടയിൽ 6 ആളുകൾ. ടോട്ടൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. 5 പ്ലസ് 8 പ്ലസ് 7 പ്ലസ് 10 പ്ലസ് 9 പ്ലസ് 6 എത്രയാണ്? 45. ടോട്ടൽ ഫ്രീക്വൻസിയെ നമ്മൾ സ്മോൾ ലെറ്റർ n കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇനി ആദ്യത്തെ ചോദ്യം. The daily wage of the person at which position is taken as the median. അതായത് പൊസിഷൻ ഓഫ് ദ മീഡിയൻ അല്ലെങ്കിൽ മധ്യമത്തിന്റെ സ്ഥാനമാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. പൊസിഷൻ ഓഫ് മീഡിയൻ കണ്ടുപിടിക്കാൻ നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് n/2. ഈ n/2 എന്ന ഇക്വേഷൻ എപ്പോഴാണ് ഉപയോഗിക്കുക? n എന്നത് ഇവൻ അല്ലെങ്കിൽ 2 അക്ക സംഖ്യയാവുമ്പോൾ. രണ്ടാമത്തെ ഇക്വേഷൻ n+1/2. ഈ ഇക്വേഷൻ എപ്പോഴാണ് ഉപയോഗിക്കുക? n എന്ന് പറയുന്നത് ഇവൻ അല്ലെ n എന്ന് പറയുന്നത് ഓഡ് അല്ലെങ്കിൽ ഒറ്റക്ക സംഖ്യയാവുമ്പോൾ. ഇവിടെ n 45 ആണ്. 45 എന്താണ്? ഓഡ് നമ്പർ ആണ്, അഥവാ ഒറ്റക്ക സംഖ്യയാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ n+1/2 ആണ് ഉപയോഗിക്കുന്നത്. ഈക്വൽ ടു n എന്താണ്? 45 + 1/2, അതായത് 46/2. 46ന്റെ പകുതി എത്രയാണ്? 23. അതായത് നമുക്ക് എന്ത് കിട്ടി? 23rd പേഴ്സൺ. ഓക്കെ, 23ാമത്തെ ആളുടെ സാലറി ആണ് പൊസിഷൻ ഓഫ് ദ മീഡിയൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം. According to the assumptions used to calculate the median, what is the daily wage of 21st person? ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുള്ളത് 21ാമത്തെ ആളുടെ ദിവസവേതനം അല്ലെങ്കിൽ ഡെയിലി വേജ് ആണ്. ഓക്കെ, ഇതിനു മുൻപ് ഒരു കാര്യം പറയാം. ഈ മീഡിയൻ കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? മീഡിയൻ കാണാനായിട്ട് ശരിക്കും വലിയൊരു ഇക്വേഷൻ ആണ്. പക്ഷെ നമ്മളൊരു ചെറിയ ഇക്വേഷൻ, ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ മീഡിയൻ കാണാനായിട്ട് പോകുന്നത്. മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ x0 + k × t.
എന്താണ് ഇതൊക്കെ? ഈ എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? മീഡിയൻ ക്ലാസ്. എന്താണ് മീഡിയൻ ക്ലാസ്? ഈ 23ാമത്തെ പേഴ്സൺ നിൽക്കുന്ന ക്ലാസ് ഇന്റർവെൽ ആണ് മീഡിയൻ ക്ലാസ്. ഓക്കെ, അപ്പൊ മീഡിയൻ ക്ലാസ്സിൽ വരുന്ന ആദ്യത്തെ ആളാണ് ഈ എക്സ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് രണ്ടാമത്തെ ചോദ്യം എപ്പോഴും തന്നിട്ടുണ്ടാവുക ഈ എക്സ് നോട്ട് കണ്ടുപിടിക്കാനാണ്. ഈ ചോദ്യത്തിൽ മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് 21ാമത്തെ പേഴ്സൺ ആണ്. ഓക്കെ, അപ്പൊ നമ്മളോട് എപ്പോഴും നമുക്ക് രണ്ടാമത്തെ ചോദ്യം, അതായത് ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ എക്സ് നോട്ട്, അതായത് മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ ആളുടെ ഡെയിലി വേജ് എന്താണ് നമുക്ക് തന്നിരിക്കുന്ന മെഷർമെന്റ് അത് കണ്ടുപിടിക്കാനായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് നോട്ട് എന്ന് പറയുന്നത് X21 ആണ്, അതായത് 21ാമത്തെ പേഴ്സൺ ആണ്. ഇനി കെ എന്ന് പറയുന്നത് ഈ 21ാമത്തെ പേഴ്സണിൽ നിന്ന്, അതായത് മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ ആളിൽ നിന്നും നമ്മുടെ പൊസിഷൻ ഓഫ് ദ മീഡിയൻ ആരാ? 23 അല്ലെ? 23ാമത്തെ പേഴ്സണിലേക്കുള്ള ദൂരം. 21ാമത്തെ പേഴ്സണിൽ നിന്നും 23ാമത്തെ പേഴ്സണിലേക്കുള്ള ദൂരമാണ് കെ എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് എന്താണ്? ഡി ഈക്വൽ ടു മീഡിയൻ ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി ആണ്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇനി നമുക്ക് X21 ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, X21 കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാം, അഥവാ മധ്യമത്തിന്റെ ക്ലാസ് കണ്ടുപിടിക്കാം. മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? 23ാമത്തെ പേഴ്സൺ നിൽക്കുന്ന ക്ലാസ് ഇന്റർവെൽ ആണ് മീഡിയൻ ക്ലാസ്. ഓക്കെ, മീഡിയൻ ക്ലാസ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണ് കാണുക? ആദ്യത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 5 തന്നെ. രണ്ടാമത്തത് 5ഉം 8ഉം കൂട്ടിയത്. 5ഉം 8ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 13. ഇനി മൂന്നാമത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ 5ഉം 8ഉം 7ഉം കൂട്ടിയത്. ഓക്കെ, 5ഉം 8ഉം കൂട്ടിയാൽ 13 ആണ്. 13ഉം 7ഉം കൂട്ടിയാൽ 20. ഇനി നാലാമത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 5 + 8 + 7 + 10 എത്രയാണ്? 30. അടുത്തത് അഞ്ചാമത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 5 + 8 + 7 + 10 + 9 39. അടുത്തത് ലാസ്റ്റ് ക്ലാസ് ഇന്റർവെല്ലിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 5 + 8 + 7 + 10 + 9 + 6 എത്രയാ? 45. അതായത് ഫ്രീക്വൻസീസ് ഇങ്ങനെ കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടും. ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ 45 പേഴ്സൺസ് അല്ലേ ഉള്ളത്? 45 ആളുകളാണ് ഉള്ളത്. ഈ 45 ആളുകളെ നമ്മൾ സാലറിയുടെ ചെറുതിൽ നിന്നും സാലറി ഏറ്റവും വലിയ സാലറിയിലേക്ക് ഇങ്ങനെ നിരത്തി നിർത്തുകയാണെങ്കിൽ ഒന്നാമത്തെ ആള് മുതൽ അഞ്ചാമത്തെ ആള് വരെ വരുന്നത് 400ന്റെയും 500ന്റെയും ഇടയ്ക്ക് ഡെയിലി വേജ് അല്ലെങ്കിൽ ദിവസവേതനം മേടിക്കുന്നവരാണ്. ഇനി ആറാമത്തെ ആള് മുതൽ 13ാമത്തെ ആള് വരെ 500 to 600ന്റെ ഉള്ളിൽ ദിവസവേതനം അഥവാ ഡെയിലി വേജ് മേടിക്കുന്നവരാണ്. ഇനി 14ാമത്തെ ആള് മുതൽ 20ാമത്തെ ആള് വരെ 600ന്റെയും 700ന്റെയും ഇടയിൽ ഡെയിലി വേജ് മേടിക്കുന്നവരാണ്. ഇനി 21ാമത്തെ ആള് മുതൽ 30ാമത്തെ ആള് വരെ 700ന്റെയും 800ന്റെയും ഇടയിൽ ഡെയിലി വേജ് മേടിക്കുന്നവരാണ്. ഇനി 31ാമത്തെ ആള് മുതൽ 39ാമത്തെ ആള് വരെ 800ന്റെയും 900ന്റെയും ഇടയിൽ ഡെയിലി വേജ് മേടിക്കുന്നവരാണ്. ഇനി 40ാമത്തെ ആള് മുതൽ 45ാമത്തെ ആള് വരെ 900 മുതൽ 1000 വരെ ഡെയിലി വേജ് അഥവാ ദിവസവേതനം വാങ്ങുന്നവരാണ്. അപ്പൊ ഇതാണ് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 23ാമത്തെ പേഴ്സൺ നിൽക്കുന്ന ക്ലാസ് ഇന്റർവെൽ ഏതാണ്? നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 21 മുതൽ 30ാമത്തെ ആള് വരെ ഏത് ക്ലാസ് ഇന്റർവെല്ലിലാണ്? 700 to 800 ക്ലാസ് ഇന്റർവെല്ലിന്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പൊ 21ന്റെയും 30ന്റെയും ഇടയിലല്ലേ 23ാമത്തെ ആള് വന്നിട്ടുള്ളത്? അതായത് നമ്മുടെ മീഡിയൻ ക്ലാസ് അല്ലെങ്കിൽ മധ്യമ ക്ലാസ് എന്ന് പറയുന്നത് 700 to 800 ആണ്. അപ്പൊ മീഡിയൻ ക്ലാസ് നമുക്ക് കിട്ടി 700 to 800. മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 10 ആണ്. ഓക്കെ, അപ്പൊ ഈ മീഡിയം ക്ലാസ്സിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ആദ്യത്തെ പേഴ്സൺ ആരാണ്? 21ാമത്തെ പേഴ്സൺ അല്ലേ? അതല്ലേ ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി X21 അഥവാ 21ാമത്തെ ആളുടെ ഡെയിലി വേജ് കണ്ടുപിടിക്കാം. അതിന് നമുക്കൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ഉണ്ട്, L + D/2. ഓക്കെ, L എന്ന് പറയുന്നത് എന്താണ്? മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എത്രയാ? 700 പ്ലസ് ഡി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മീഡിയൻ ക്ലാസിന്റെ അപ്പർ ലിമിറ്റിൽ നിന്നും, അതായത് 800 ആണ് അപ്പർ ലിമിറ്റ്, മൈനസ് ലോവർ ലിമിറ്റ് 700 ആണ്. അപ്പൊ അപ്പർ ലിമിറ്റിൽ നിന്നും ലോവർ ലിമിറ്റ് കുറച്ച് ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഫ്രീക്വൻസി എത്രയാ? 10. 800ൽ നിന്നും 700 പോയാൽ 100. 100 ഹരിക്കണം 10 എന്ത് വന്നു? 10. അതായത് 0 ഒക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 10/1 10 ആണ്. അതായത് ഡി നമുക്ക് എന്ത് കിട്ടി? 10. 10/2. ഇനി 700 + 10/2. 10/2 എത്രയാ? 5. 700 + 5 എത്ര വന്നു? 705. അതായത് 21ാമത്തെ പേഴ്സന്റെ ഡെയിലി വേജ് എത്രയാണ്? 705 ആണ്. മൂന്നാമത്തെ ചോദ്യം,
മീഡിയൻ കണ്ടുപിടിക്കാനാണ്. കാൽക്കുലേറ്റ് ദ മീഡിയൻ ഡെയിലി വേജ്. മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എക്സ് നോട്ട് പ്ലസ് കെ ഇൻറ്റു ഡി. എക്സ് നോട്ട് എന്ന് പറയുന്നത് 21ാമത്തെ പേഴ്സൺ, അതായത് മീഡിയൻ ക്ലാസ്സിലെ ആദ്യത്തെ പേഴ്സന്റെ ഡെയിലി വേജ്. നമ്മളിവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചത് 705. കെ എന്ന് പറയുന്നത് എന്താണ്? 21ാമത്തെ പേഴ്സണിൽ നിന്നും 23ാമത്തെ പേഴ്സണിലേക്കുള്ള ദൂരം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 23ൽ നിന്നും 21 കുറച്ചാൽ പോരെ? കെ ഈക്വൽ ടു 23 മൈനസ് 21 എത്രയാ? 2. അപ്പോൾ കെ എന്ന് പറയുന്നത് 2 ഇൻറ്റു ഡി എത്രയാണ്? 10 ആണ്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എക്സ് 21 എന്ന് പറഞ്ഞാൽ 705 പ്ലസ് 2 ഇൻറ്റു 10 20. 705 പ്ലസ് 20 എത്ര വന്നു? 725. അതായത് മീഡിയൻ ഡെയിലി വേജ് അഥവാ മധ്യമ ദിവസ വേതനം എത്രയാണ്? 725 ആണ്. അടുത്തത് 13ാമത്തെ ചോദ്യം. In the figure, ABCD is a parallelogram. Write the coordinate of point D. Find the slope of the line BD. Find the equation of the line passing through the points B and D. അതായത് ഇവിടെ നമുക്കൊരു പാരലലോഗ്രാം അഥവാ ഒരു സാമാന്തരികം തന്നിട്ടുണ്ട്. ABCD. ആദ്യം തന്നെ നമുക്ക് ആ പാരലലോഗ്രാം ഒന്ന് വരയ്ക്കാം. ABCD. എന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട് 2, 1. ബിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ 6, 3. സിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ 8, 7. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകളാണ്. ഒരു പാരലലോഗ്രാമിന്റെ 3 കോർഡിനേറ്റ്സ് 3 സൂചക സംഖ്യകൾ തന്ന് 4ാമത്തെ കോർഡിനേറ്റ് അല്ലെങ്കിൽ സൂചക സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാറ്? ആദ്യം തന്നെ എന്ത് ചെയ്യുക? അടിയിലെ സംഖ്യകൾ, അതായത് 2, 1, 6, 3 ഇവ എടുത്തെഴുതുക. 2, 1, 6, 3. ഇനി മുകളിലുള്ള ഡി എന്ന പോയിന്റിന്റെയും സി എന്ന പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് എഴുതുക. 8, 7. ഡി എന്നതിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് അറിയാത്തത് കൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതങ്ങനെ ബ്ലാങ്ക് ആയി വിടുകയാണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന എക്സ് കോർഡിനേറ്റിനും വൈ കോർഡിനേറ്റിനും ഉണ്ടാകുന്ന ഡിഫറൻസ് തന്നെയാണ് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ആവുന്ന സമയത്ത് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് അഥവാ എക്സ് ആൻഡ് വൈ സൂചക സംഖ്യകൾക്ക് ഉണ്ടാകുന്ന ഡിഫറൻസ്. അതായത് ഇവിടെ നമുക്ക് ഈ പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് നോക്കാം. അതായത് 6 2 ആവാൻ എന്ത് ചെയ്തു? അതായത് 6ന്റെ കൂടെ എന്ത് ചെയ്തപ്പോഴാണ് നമുക്ക് 2 കിട്ടുക? 6ന്റെ കൂടെ -4 ചെയ്താലല്ലേ നമുക്ക് 2 കിട്ടുക? അതേപോലെ തന്നെ ഇവിടെ ചെയ്യുക. 8ൽ നിന്നും -4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഖ്യ എക്സ് കോർഡിനേറ്റ് കിട്ടും. ഓക്കെ, അതായത് 6 2 ആവാൻ നമ്മൾ -4 ചെയ്യുമ്പോഴാണ്, 6ന്റെ കൂടെ -4 ചെയ്താലാണ് നമുക്ക് 2 കിട്ടുക. അപ്പൊ അതുപോലെ തന്നെ 8ന്റെ കൂടെയും -4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു സംഖ്യ കിട്ടും. 8ൽ നിന്നും 4 പോയാൽ എത്രയാ? 4. അതായത് ഡി എന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് കിട്ടി. ഇനി നമുക്ക് വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അതിനായിട്ട് വീണ്ടും ഈ ഒരു പോയിന്റിലെ വൈ കോർഡിനേറ്റ് ആയപ്പോൾ എന്ത് സംഭവിച്ചു? അതായത് 3 1 ആവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? -2 ചെയ്യണം. അതായത് 3 - 2 ആണ് 1. അതുപോലെ തന്നെ ഇവിടെ ചെയ്യുക. 7ലൂടെ -2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈ കോർഡിനേറ്റ് കിട്ടും. 7ൽ നിന്നും 2 പോയാൽ എത്രയാ? 5. അതായത് അടിയിൽ എന്താണോ നമ്മൾ ചെയ്തത്, ഓക്കെ, അടിയിലെ 2 പോയിന്റ്സുകൾ നമുക്ക് തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അടിയിൽ എന്താണോ ചെയ്തത് അത് തന്നെ മുകളിലും ചെയ്യുക. ഓക്കെ, അതിപ്പോ ഏത് കോർഡിനേറ്റ്സ് ഏത് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും അതിന് സമാനമായ രീതിയിൽ അടിയിലോ മുകളിലോ നമ്പേഴ്സ് നമുക്ക് എന്തായാലും തന്നിട്ടുണ്ടാവും. 2 വെർട്ടെക്സുകളുടെ എന്തായാലും തന്നിട്ടുണ്ടാവും. അപ്പൊ ആ 2 വെർട്ടെക്സുകൾക്ക് അല്ലെങ്കിൽ ആ 2 പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സിന് എന്താണോ സംഭവിച്ചത് സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റ്സിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡിന്റെ കോർഡിനേറ്റ്സ് കാണാനാണ്. ഡിന്റെ കോർഡിനേറ്റ്സ് 4, 5. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ബി ഡി. സ്ലോപ്പ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? y2 - y1 ബൈ x2 - x1. ഓക്കെ, ഇവിടെ ബി ഡി എന്ന ലൈനിന്റെ സ്ലോപ്പ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ബി ഡി എന്ന ഈ ലൈനിന്റെ സ്ലോപ്പ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഡി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ എഴുതി 4, 5. അപ്പൊ നമുക്ക് സ്ലോപ്പ് കാണണമെങ്കിൽ ആ ലൈനിലെ 2 പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ വേണം. അപ്പൊ നമ്മൾ 1 6, 3 എന്നെടുത്തു. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് 4, 5 എന്നെടുത്തു. ഓക്കെ, ഇത് നമുക്ക് x1 y1
ഇത് x2 y2 എന്നെടുക്കാം. ഇനി ജസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. y2 എന്താണ് 5 മൈനസ് y1 3. ഇനി x2 എന്താണ് 4 മൈനസ് x1 എന്താണ് 6. 5ൽ നിന്നും 3 പോയാൽ 2. 4ൽ നിന്നും 6 പോയാൽ ചെറുതിൽ നിന്ന് വലുതാണ് കുറയ്ക്കുന്നത്, അതുകൊണ്ട് -2. 2/-2 എന്ത് വന്നു? -1. അതായത് ഈ ബി ഡി എന്ന ലൈനിന്റെ സ്ലോപ്പ് അഥവാ ചെരിവ് എന്ന് പറയുന്നത് -1 ആണ്. മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് ബി ഡി. അതായത് ബി ഡി എന്ന ഈ ലൈനിന്റെ ഇക്വേഷൻ ഓഫ് ദ ലൈൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇക്വേഷൻ ഓഫ് ദ ലൈൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈക്വൽ ടു y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഇതിൽ y1 x1 എന്ന് പറയുന്നത്, അതായത് x1 y1 എന്ന് പറയുന്നത് ബി ഡി എന്ന ഈ ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ആണ്. m എന്ന് പറയുന്നത് ഈ ബി ഡി എന്ന ലൈനിന്റെ സ്ലോപ്പ് ആണ്. ഓക്കെ, y അതുപോലെ തന്നെ എഴുതി. y1 ആയിട്ട് നമുക്ക് 3, അതായത് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ ബി ഡി എന്ന ലൈനിലെ 2 പോയിന്റ്സുകൾ. അപ്പൊ y1 എന്ന് പറയുന്നത് 3 ആയിട്ട് എടുത്തു. m -1 ആണ്. x മൈനസ് x1 എത്രയാ? 6. y മൈനസ് 3 ഈക്വൽ ടു -1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് -1 ഇൻറ്റു -6 പ്ലസ് 6. ഇനി ഈ മൈനസ് എക്സിനെ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ y പ്ലസ് എക്സ് ഈക്വൽ ടു ഈ -3 ആ സൈഡിലേക്ക് കൊണ്ടുപോയാൽ 6 + 3 9. അതായത് ഈ ലൈനിന്റെ ഇക്വേഷൻ അഥവാ സമവാക്യം എന്താണ്? y പ്ലസ് എക്സ് ഈക്വൽ ടു 9. അടുത്തത് 13ന്റെ ബി ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ് ദ ലൈൻ ജോയിനിങ് 2, 5 ആൻഡ് 7, 10 ഇൻ ദ റേഷ്യോ 3:2. അതായത് ഒരു ലൈനിന്റെ 2 അറ്റത്തെ പോയിന്റുകളാണ് 2, 5 ആൻഡ് 7, 10. ഓക്കെ, ഈ ലൈനിനെ 3:2 എന്ന റേഷ്യോയിൽ അഥവാ അംശബന്ധത്തിൽ കട്ട് ചെയ്യുന്നു. ആ കട്ട് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അതായത് ഇതാണ് നമ്മുടെ ലൈന്. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് x1, y1. അതുപോലെ ഈ അറ്റത്തെ പോയിന്റ് x2, y2. ഈ ലൈനിനെ a:b എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് നമുക്ക് xy എന്നെടുക്കാം. ഈ പോയിന്റ് ആണ് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് കണ്ടുപിടിക്കാൻ നമ്മളൊരു ഇക്വേഷൻ ജിയോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്നുണ്ട്. ഇക്വേഷൻ എന്താണ്? x ഈക്വൽ ടു x1 പ്ലസ് x2 മൈനസ് x1 ഇൻറ്റു a/a പ്ലസ് b. ഇനി ഇതുപോലെ y കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ y ഈക്വൽ ടു y1 പ്ലസ് y2 മൈനസ് y1 ഇൻറ്റു a/a പ്ലസ് b. ഓക്കെ, ഇത് രണ്ടുമാണ് എക്സും വൈയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ നമുക്ക് x1 y1 തന്നിട്ടുണ്ടാവും, x2 y2 തന്നിട്ടുണ്ടാവും, a:b എല്ലാം തന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ലൈൻ ഇതാണ്. ഈ ലൈനിന്റെ ഈ അറ്റത്തെ പോയിന്റ് 2, 5 ആണ്. അതുപോലെ ഈ അറ്റത്തെ പോയിന്റ് 7, 10 ആണ്. ഇനി ഈ പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ പോയിന്റ് 3:2 എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിനെ നമുക്ക് xy എന്നിടാം. ഇനി x എങ്ങനെയാ കണ്ടുപിടിക്കുക? അപ്പൊ ഇതിലെ x1 y1 ഇതാണ് x1 y1, ഇതാണ് x2 y2, ഇതാണ് a:b. x കണ്ടുപിടിച്ചൂടെ? x ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? x1 പ്ലസ്, അതായത് 2 പ്ലസ് x2 മൈനസ് x1 7 മൈനസ് 2 ഇൻറ്റു a/a എത്ര എവിടെ? 3 ബൈ a പ്ലസ് b 3 പ്ലസ് 2 5. ഓക്കെ, ഈക്വൽ ടു 2 പ്ലസ് 7ൽ നിന്നും 2 പോയാൽ എത്രയാണ്? 5. 5 ഇൻറ്റു 3 എത്രയാ? 15. 15/5 ഈക്വൽ ടു 2 പ്ലസ് 15 ഹരിക്കണം 5 എത്രയാ? 3. 2 3 കൂട്ടിയാൽ 5. അതായത് എക്സ് കോർഡിനേറ്റ് നമുക്ക് കിട്ടി 5 ആണ്. ഇനി y കോർഡിനേറ്റിന്റെ ഇക്വേഷൻ എന്താണ്? y1 പ്ലസ് y2 മൈനസ് y1 ഇൻറ്റു a/a പ്ലസ് b. ഇനി y1 എത്രയാണ് ഇവിടെ? 5 പ്ലസ് y2 മൈനസ് y1. y2 10 ആണ്, y1 5 ആണ്. 10 മൈനസ് 5 ഇൻറ്റു a എത്രയാ? 3. a പ്ലസ് b എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 2 5 ഈക്വൽ ടു 5 പ്ലസ് 10ൽ നിന്നും 5 പോയാൽ എത്രയാ? 5. 5 ഇൻറ്റു 3 15 ഹരിക്കണം 5 ഈക്വൽ ടു 5 പ്ലസ് 15 ഹരിക്കണം 5 എത്രയാണ്? 3. 5 3 കൂട്ടിക്കഴിഞ്ഞാൽ 8. അതായത് നമ്മുടെ ഉത്തരം എത്രയാണ്? 5,8. 3:2 ഈ ലൈനിനെ, ഓക്കെ, 2, 5, 7, 10 എന്ന 2 പോയിന്റ്സുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ 3:2 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ ഏതാണ്? 5, 8 ആണ്.
അടുത്തത് 14ാമത്തെ ചോദ്യം. Draw the coordinate axis and mark the points P35 and R69. If we draw a rectangle PQRS with PR as a diagonal, find the coordinates of Q and S. ആദ്യം തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു കോർഡിനേറ്റ് ആക്സിസ്, അതായത് എക്സ് ആൻഡ് വൈ അക്ഷങ്ങൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എക്സ് ആക്സിസ് സ്കെയിൽ ഉപയോഗിച്ച് എക്സ് ആക്സിസും അതുപോലെ വൈ ആക്സിസും വരയ്ക്കുന്നു. അതിനുശേഷം P35 എന്ന പോയിന്റും R69 എന്ന പോയിന്റും അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്പർ ഇടണം. 1, അതുപോലെ വൈ ആക്സിസിൽ നമുക്ക് നമ്പർ ഇടണം. ഓക്കെ, ഇവിടെ എക്സ് ആക്സിസിലെ കൂടുതലായിട്ട് വരുന്നത് 6 ആയതുകൊണ്ടാണ് 6 വരെ എഴുതിയത്. വൈ ആക്സിസിൽ ഏറ്റവും വലിയ നമ്പർ 9 ആണ് വരുന്നത്, അതുകൊണ്ടാണ് 9 വരെ എഴുതിയത്. ഇത് നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് ഓരോ നമ്പേഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് 1ഉം 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്, 2ഉം 3ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ സെയിം ആയി വരുന്ന വിധത്തിൽ വളരെ നീറ്റ് ആയിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഇത് ഞാൻ റഫ് ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇവിടെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ഒന്നുമല്ല. പക്ഷെ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റ് 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലായിരിക്കണം വരയ്ക്കേണ്ടത്. ഇനി നമുക്ക് ആദ്യത്തെ പോയിന്റ് അടയാളപ്പെടുത്താം, P35. അതായത് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പി എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ 3ന് സമാനവും വൈ ആക്സിസിൽ 5ന് സമാനവുമാണ്. ഓക്കെ, അപ്പൊ ഇതല്ല എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ 3ന് സമാനവും അതുപോലെ വൈ ആക്സിസിൽ 5ന് സമാനവുമാണ്. ഓക്കെ, ഇതാണ് 5, ഇവിടെയാണ് 3 വരുന്നത്. ഓക്കെ, അപ്പൊ ഇതല്ലേ പി എന്ന പോയിന്റ്. അതായത് ഈ പോയിന്റിന് 5 എക്സ് വൈ ആക്സിസിൽ 5ന് സമാനമാണ്, അതുപോലെ എക്സ് ആക്സിസിൽ 3ന് സമാനമാണ്. അപ്പൊ ഇതാണ് പി എന്ന പോയിന്റ്. ഓക്കെ, ഇനി എന്താണ് അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത്? ആർ എന്ന പോയിന്റ് ആണ്. 69 ആണ്. അതായത് ആർ എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ 6ന് സമാനവും വൈ ആക്സിസിൽ 9ന് സമാനവുമാണ്. അപ്പൊ എക്സ് ആക്സിസിൽ 6 ഇതല്ലേ, എക്സ് ആക്സിസിൽ 6ന് സമാനവും അതുപോലെ വൈ ആക്സിസിൽ 9ന് സമാനവുമാണ്. ഇവിടെയാണ് ആർ എന്ന പോയിന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ പി ആർ എന്ന 2 പോയിന്റ്സുകൾ അടയാളപ്പെടുത്താൻ ജസ്റ്റ് മാർക്ക് ചെയ്യാനാണ് ആദ്യത്തെ ചോദ്യം. അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇഫ് വി ഡ്രോ എ റെക്ടാംഗിൾ PQR S വിത്ത് PR ആസ് എ ഡയഗണൽ. അതായത് നമുക്ക് ഈ PR എന്ന ഈ പോയിന്റുകൾ കൂട്ടി യോജിപ്പിച്ച് PQRS എന്നൊരു റെക്ടാംഗിൾ അഥവാ ഒരു ചതുരം നിർമ്മിക്കണം. ഓക്കെ, അതായത് ആ റെക്ടാംഗിളിന്റെ മറ്റ് 2 പോയിന്റ്സുകളായ QS എന്ന പോയിന്റുകളുടെ കോർഡിനേറ്റ്സും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിനെ ഒരു ചതുരമാക്കണം. ആദ്യം അതിനെന്ത് ചെയ്യാം? PR എന്ന ഈ 2 പോയിന്റ്സുകളെ ഡയഗണലായി കൂട്ടി യോജിപ്പിച്ചു. അതിനുശേഷം P എന്ന പോയിന്റിൽ നിന്ന് അതുപോലെ R എന്ന പോയിന്റിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് 2 ലൈനുകൾ വരയ്ക്കുന്നു. അതുപോലെ തന്നെ R എന്ന ഈ പോയിന്റിൽ നിന്നും P എന്ന ഈ പോയിന്റിൽ നിന്നും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുന്നു. ഈ 2 ആംഗിൾസുകൾ 90 ഡിഗ്രി വീതമായിരിക്കും. ഇപ്പൊ നമുക്കൊരു റെക്ടാംഗിൾ കിട്ടിയില്ലേ? സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടി നീറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും? ഈ റെക്ടാംഗിൾ കിട്ടും. ഓക്കെ, ഇനി ഇതിന് നമുക്ക് Q എന്ന് കൊടുക്കാം, ഈ പോയിന്റിന് നമുക്ക് S എന്ന് കൊടുക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് QS എന്നിവയുടെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ അത് കണ്ടുപിടിക്കാം നേരെ. അതായത് Q എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ആദ്യത്തെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ Q എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ എവിടെയാണെന്ന് നോക്കിയാൽ മതി. നേരെ നോക്കിക്കഴിഞ്ഞാൽ Q എക്സ് ആക്സിസിൽ എവിടെയാണ്? 6ന് സമാനമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി. R എന്ന പോയിന്റിന് സമാനമായിട്ടല്ലേ Q നിൽക്കുന്നത്? R എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ എവിടെയാണ്? 6ലാണ്. ഓക്കെ, R എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് 6, 9 ആണ്. അപ്പൊ R എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ 6ന് സമാനമാണ്. അതുകൊണ്ട് Qവും എന്താണ്? 6ന് സമാനമാണ്. ഇനി നമുക്ക് Q എന്ന പോയിന്റ് വൈ ആക്സിസിൽ എവിടെയാണെന്ന് നോക്കണം. അത് നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, P എന്ന പോയിന്റിന് സമാനമായിട്ടാണ് Q നിൽക്കുന്നത്. P എന്ന പോയിന്റ് വൈ ആക്സിസിൽ 5ലാണ്. അതുകൊണ്ട് Q എന്ന പോയിന്റ് വൈ ആക്സിസിൽ 5ലാണ്. അപ്പൊ Qന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? സൂചക സംഖ്യകൾ 6, 5 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എസിന്റെയാണ്. അതും ഇതേപോലെ തന്നെ എസ് ആദ്യം എക്സ് ആക്സിസിൽ എവിടെയാണെന്ന് നോക്കണം. അപ്പൊ എസ് ഇങ്ങനെ വന്ന Pന് സമാനമായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, P എക്സ് ആക്സിസിൽ എവിടെയാണ്? 3ന് സമാനമാണ്. അപ്പൊ എസും എന്താണ്? 3ന് സമാനമാണ്. ഇനി നമുക്ക് എസ് എന്ന് പറയുന്ന സംഖ്യ, എസ് എന്ന് പറയുന്ന പോയിന്റ് വൈ ആക്സിസിൽ എവിടെയാണെന്ന് നോക്കണം. വൈ ആക്സിസിൽ എവിടെയാണ്? 9ന് സമാനമാണ്. അതുകൊണ്ട് എസ് എന്ന പോയിന്റ് 3, 9. അപ്പോ Q എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് 6, 5ഉം എസ് എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് 3, 9ഉമാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ 14ാമത്തെ ചോദ്യം. അടുത്തത് 15ാമത്തെ ചോദ്യം.
A circle is drawn with the line joining 3, 4 and 9, 12 as diameter. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സർക്കിൾ ഉണ്ട്. ഇതാണ് സർക്കിളിന്റെ സെന്റർ. ഈ സർക്കിളിന് ഒരു ഡയമീറ്റർ വരച്ചു കൊടുത്താൽ ഡയമീറ്ററിന്റെ രണ്ടറ്റത്തുമുള്ള പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ അറ്റത്ത് 3, 4, ഈ അറ്റത്തെ പോയിന്റ് 9, 12. ഓക്കെ, ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ? ഈ സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ ലൈൻ എന്താണ്? ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡയമീറ്ററിന്റെ സെന്ററിനെ അല്ലേ? അതായത് നമുക്ക് ഈ ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ് കിട്ടില്ലേ? നമുക്ക് മിഡ് പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. മിഡ് പോയിന്റ് അഥവാ മധ്യമ ബിന്ദു കാണാനുള്ള ഇക്വേഷൻ എന്താണ്? x1 പ്ലസ് x2 ബൈ 2. ഇതാണ് എക്സ് കോർഡിനേറ്റ് അഥവാ എക്സ് സൂചക സംഖ്യ കാണാനുള്ള ഇക്വേഷൻ. ഇനി y1 പ്ലസ് y2 ബൈ 2. ഇതാണ് y കോർഡിനേറ്റ് അഥവാ y സൂചക സംഖ്യ കാണാനുള്ള ഇക്വേഷൻ. ഈക്വൽ ടു ഇവിടെ x1 y1 ഇതാണ്, അതുപോലെ x2 y2 ഇതാണ്. ഇനി x1 പ്ലസ് x2 3 പ്ലസ് 9 ബൈ 2. ഇനി y1 പ്ലസ് y2 4 പ്ലസ് 12 ബൈ 2. 3 9 കൂട്ടിയാൽ എത്ര? 12. 12 ബൈ 2 6, 4 പ്ലസ് 12 എത്രയാണ്? 16. 16 ബൈ 2 8. അതായത് 3 4 9 12 എന്ന ഈ ലൈനിന്റെ സെന്റർ എന്ന് പറയുന്നത് 6 8 ആണ്. അതായത് ഈ സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ് 6 8 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ ഓഫ് ദിസ് സർക്കിൾ ഈസ് 6 8 എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഇറ്റ്സ് റേഡിയസ്? ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സർക്കിളിന്റെ സെന്ററിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ദൂരമാണ് റേഡിയസ് എന്ന് പറയുന്നത്. അതായത് സർക്കിളിന്റെ സെന്ററിലുള്ള ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം കിട്ടില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് x1 y1, ഇനി നമുക്ക് ഇതിനെ x2 y2 എന്ന് എടുക്കാം. ഡിസ്റ്റൻസ് അഥവാ അകലം കാണാൻ, രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള അകലം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. ഈക്വൽ ടു റൂട്ട് ഓഫ് ഇവിടെ y2 മൈനസ് y1 എന്ന് പറയുന്നത് y2 8 ആണ്, y1 4 ആണ്. അപ്പൊ 8 4 പോയാൽ എത്രയാ? 4. അപ്പൊ 4 സ്ക്വയർ പ്ലസ് x2 മൈനസ് x1. ഇവിടെ x2 എത്രയാ? 6, x1 എത്രയാ? 3. 6 മൈനസ് 3 എന്താണ്? 3 തന്നെയാണ്. 3 സ്ക്വയർ. ഓക്കെ, ഈക്വൽ ടു റൂട്ട് ഓഫ് 4ന്റെ സ്ക്വയർ 16 ആണ്, 3ന്റെ സ്ക്വയർ 9 ആണ്. 16 9 കൂട്ടിക്കഴിഞ്ഞാൽ 25. റൂട്ട് 25 എത്രയാണ്? 5. അതായത് ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം എത്രയാണ്? 5 യൂണിറ്റ് ആണ്. മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഈ സർക്കിളിന്റെ ഇക്വേഷൻ അഥവാ സമവാക്യം എഴുതണം. ഈ വൃത്തത്തിന്റെ സമവാക്യം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇക്വേഷൻ ഓഫ് സർക്കിൾ കാണാനുള്ള ഫോർമുല എന്താണ്? ഇക്വേഷൻ ഓഫ് സർക്കിൾ ജിയോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. എക്സും വൈയും കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എഴുതുന്നതാണ്. എ ബി എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിന്റെ സെന്റർ ആണ്. ഇവിടെ സർക്കിളിന്റെ സെന്റർ ഏതാണ്? 6 8 അല്ലേ? അതായത് എ ബി എന്ന് പറയുന്നത് എത്രയാണ്? 6 8 ആണ്. ഇനി ആർ എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമാണ്. റേഡിയസ് എത്രയാണ്? 5 യൂണിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. എക്സ് മൈനസ് 6 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി എന്താണ്? 8 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ 25. അതായത് ഈ സർക്കിൾ അഥവാ ഈ വൃത്തത്തിന്റെ ഇക്വേഷൻ അഥവാ സമവാക്യം എന്താണ്? എക്സ് മൈനസ് 6 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 8 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25.